ഗായിക ഗായത്രി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഗായത്രി, നികത്താനാകാത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെ സ്മരിക്കുന്നു പി ജയചന്ദ്രനെ? ഒരുപാട് എന്താ പറയാ, പേഴ്സണൽ എക്സ്പീരിയൻസസ് ബ്യൂട്ടിഫുൾ എന്നേക്കുമായിട്ട് ഓർമ്മിക്കാനുള്ള ഒരുപാട് വരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം സ്റ്റേജിൽ പാടാനും പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം കണ്ണിൽ കാശത്തുമ്പുകൾ എന്ന സിനിമയിൽ ഡുവറ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിംഗിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇത്ര വലിയൊരു ലെജൻഡറി മ്യൂസിഷ്യൻ ആയിട്ട് പോലും അദ്ദേഹം എപ്പോഴും ഒരു സ്റ്റുഡൻറ് ഓഫ് മ്യൂസിക് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് ഓഫ് മ്യൂസിക്. സുശീലാമ്മയെക്കുറിച്ചും MS വിശ്വനാഥിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊച്ചു കുട്ടികളുടെ പോലെ ഇങ്ങനെ തിളങ്ങുമായിരുന്നു. അത്രയ്ക്ക് ഇത്ര പാഷനോടുകൂടി മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു മ്യൂസിഷ്യൻ, അതായത് എവറി സെൽ ഓഫ് ഹിസ് ബീയിങ് വാസ് ഫിൽഡ് വിത്ത് മ്യൂസിക്. അങ്ങനത്തെ ഒരു പ്രതിഭാസമായിരുന്നു അദ്ദേഹം. ഒരു പക്ഷേ ആ ഒരു യൂത്ത്ഫുൾ എനർജി സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ അദ്ദേഹം മ്യൂസിക്കിനെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം അവസാനം വരെ അദ്ദേഹത്തിൻ്റെ വോയിസിൽ ആ ഒരു ഫ്രഷ്നെസ്സും ഉണ്ടായിരുന്നു. അപ്പം എന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോഴേ എന്നെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പം ഒരുപാട് വർഷത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി, അദ്ദേഹം തലമുറകളോളം പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിത്തരികയും നിങ്ങളെപ്പോലെ നിരവധി ഗായകർക്ക് വഴികാട്ടിയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എക്കാലത്തേക്കും ഓർത്തെടുക്കാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, അത് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് താങ്കൾ ഓർത്തെടുക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അതായത് എപ്പോഴും സ്റ്റുഡൻറ് ഓഫ് മ്യൂസിക് ആയിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം എനിക്ക് പഠിപ്പിച്ച കാര്യം. കീപ് ലിസ്ണിംഗ് ടു മ്യൂസിക്. വലിയ വലിയ ലെജൻസിനെ കേൾക്കുക, അവരെങ്ങനെയാ അവിടെ എത്തി എന്നുള്ളത് പഠിക്കുക. അപ്പൊ അദ്ദേഹം പറയുന്നു എപ്പോഴും കുറച്ച് പ്രായമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മോളെ പഴയമാതിരി ഒന്നും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാറില്ല, പക്ഷെ ഐ ലിസൺ ടു എ ലോട്ട് ഓഫ് മ്യൂസിക്. അപ്പം അതെനിക്ക് വലിയൊരു പാഠമായിരുന്നു. അതായത് എപ്പോഴും ലെജൻസിന്റെ മ്യൂസിക് കേൾക്കണം, ഒബ്സർവ് ചെയ്യണം, അതിൽ നിന്ന് എന്ത് നമുക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റുന്നുള്ള അതൊരു വലിയൊരു പാഠമായിരുന്നു. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.